ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ടാങ്ക് കഴിഞ്ഞ ദിവസം വറ്റിച്ചായിരുന്നു. നമ്മൾ ഇതിനകത്ത് ബ്ലൂ പെയിന്റ് അടിക്കാൻ പോകും. അങ്ങനെ ഞാനും സ്നേഹം കൂടെ ടാങ്ക് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. നല്ല വെയിലുണ്ടായിരുന്നു, എന്നാലും അത്യാവശ്യം ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്യുമ്പോൾ നല്ല പൊടിയായിരുന്നു, പിന്നെ അതുകൊണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി ക്ലീൻ ചെയ്തു. ഇനി ഇതൊന്ന് ഉണങ്ങണം, അപ്പോൾ അതുകൊണ്ട് നാളെ പെയിന്റ് അടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ടാങ്കൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പെയിന്റിങ് തുടങ്ങി. അപ്പം നമ്മൾ ഈ ടാങ്കിൽ പെയിന്റ് അടിക്കാൻ പോവാണ് ഗൈസ്. കുറേ നേരം എടുത്ത് പെയിൻറ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഒരു കുഞ്ഞ് ടാങ്ക് പെയിൻ്റ് അടിക്കാൻ എത്രയും സമയം വേണോ? ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോഴാണ് നമ്മൾ ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നത്. പെയിൻ്റ് അടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പം വന്ന് അന്വേഷിച്ചു ഇതിൽ ഏത് മീനാണ് ഇതാണ് ഉദ്ദേശിക്കുന്നതെന്ന്. അങ്ങനെ പെയിൻ്റ് അടി പകുതി ആയപ്പോഴത്തേക്ക് സന്ധ്യയായി. അതുകൊണ്ട് ഞങ്ങൾ പകുതി വെച്ച് പെയിൻ്റ് അടി നിർത്തി. പിന്നെ പിറ്റേന്ന് പെയിൻ്റ് അടിക്കാന്ന് വെച്ചപ്പോൾ മഴ പെയ്ത് വീണ്ടും ടാങ്ക് മുഴുവൻ വെള്ളമായി. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ വീണ്ടും വന്നു. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കുഞ്ഞ് കസിൻ കുഞ്ഞും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വെള്ളമൊക്കെ കോരി കളഞ്ഞ് പെയിൻ്റ് അടിക്കാൻ കുഞ്ഞും കൂടി. കുഞ്ഞുവിന് പെയിൻ്റ് അടിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അവനെയും കൂട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ പെയിൻ്റ് അടിച്ചു. ഇനി ഇത് ഉണങ്ങണം. ഉണങ്ങിക്കഴിഞ്ഞ് 2 ആഴ്ച ഇതിൽ വെള്ളമൊക്കെ കെട്ടി നിർത്തി ആ വെള്ളം കളഞ്ഞ് പിന്നെ വീണ്ടും വെള്ളം ഒഴിച്ച് മീന് ഇടാൻ പറ്റുന്ന രീതിയിലൊന്ന് സെറ്റാക്കണം. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രം ഫുഡി ഫ്രണ്ട്സ്.